അടച്ചിട്ട വാതിലുകൾ പൊളിച്ച് അകത്ത് കിടന്നുറങ്ങുന്ന മനുഷ്യരെ മാത്രം കൊല്ലുന്ന ഒരു കടുവ, തോക്കിൻ്റെ ഉണ്ടയേക്കാൾ വേഗത്തിൽ ചാടുന്ന ഒരു ചെകുത്താൻ. ആ ചെകുത്താൻ്റെ മുന്നിലേക്ക് ഇറങ്ങിച്ചെന്നത് ഇന്ത്യയിലെ ഏറ്റവും ധൈര്യശാലികളായ 2 വേട്ടക്കാരാണ്. പക്ഷേ അതിലൊരാൾക്ക് കിട്ടിയത് സ്വന്തം കൂട്ടുകാരൻ്റെ ചോര പുരണ്ട കൈ മാത്രമാണ്. അതുമാത്രമായിരുന്നു അത് ബാക്കി വെച്ചിരുന്നത്. നമ്മളിന്ന് പറയുവാൻ പോകുന്നത് നരഭോജിയായ ഒരു കടുവയെ വേട്ടയാടിയതിൻ്റെ കഥയാണ്. 8 വർഷക്കാലം ഒരു പ്രദേശത്തെ മുഴുവൻ അടക്കി വാണിരുന്ന, ഗ്രാമത്തിലെ ആളുകൾ ചെകുത്താൻ എന്ന് വിളിച്ചിരുന്ന ഒരു കടുവയെ വേട്ടയാടിയതിൻ്റെ കഥയാണ്. ഇനിയും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. നമുക്കിനിയും നേരെ കഥയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്കൂൾ കഥകളിലൂടെ. വർഷം 1925 ഡിസംബർ. ബീഹാറിലെയും ബംഗാളിൻ്റെയും അതിർത്തി പങ്കിടുന്ന പതർഘഡിയിലെ നിബിഡ മേഖല. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ അവിടേക്ക് ഇരുട്ട് മാത്രമല്ല ഇറങ്ങി വരാറുള്ളത്, മരണത്തിൻ്റെ നിഴൽ കൂടിയാണ്. കഴിഞ്ഞ 8 വർഷമായി ആ മലനിരകളെ വിറപ്പിക്കുന്ന ഒരു കടുവയുണ്ട്. മനുഷ്യൻ്റെ മാംസത്തിൻ്റെ രുചി മാത്രം അറിഞ്ഞിട്ടുള്ള അവൻ, വയസ്സനായ കടുവ. നാട്ടുകാർ അവനെ വിളിക്കുന്നത് പതർഘഡിലെ ഷേത്താൻ എന്നാണ്. അവിടുത്തെ പ്രധാന റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു തീവണ്ടി വന്നു നിന്നു. അതിൽ നിന്നും നീൽ എന്ന ഒരാൾ ഇറങ്ങി. അദ്ദേഹമാണ് നമ്മുടെ ഇന്നത്തെ കഥയിലെ നായകൻ, വേട്ടക്കാരനും. അദ്ദേഹം അവിടെ വന്നിറങ്ങുമ്പോൾ നല്ല തണുപ്പായിരുന്നു. സ്റ്റേഷൻ മാസ്റ്ററുടെ മുറി പൂട്ടിയിട്ടിരിക്കുന്നു. ചുറ്റും കൂറ്റൻ പാറക്കെട്ടുകളും ഇടതൂർന്ന കാടുകളും മാത്രമായിരുന്നു. ഞാൻ എൻ്റെ കൂടെ കൊണ്ടുവന്ന എൻ്റെ സാധനങ്ങൾ ചുമക്കുവാൻ വേണ്ടി ആ പ്രദേശത്തു നിന്നും 2 പേരെ കൂടെ കൂട്ടി. പ്രാദേശികരായ 2 ചുമട്ടുകാർ. അവരെയും കൂട്ടി വേണം ഇനിയും ബംഗ്ലാവിലേക്ക് പോകാൻ, അതായത് പതർഘഡ് ഫോറസ്റ്റ് ബംഗ്ലാവിലേക്ക്. എനിക്കുള്ള താമസ സൗകര്യങ്ങളും മറ്റും അവിടെയാണ് ഒരുക്കിയിരിക്കുന്നത്. അവരുടെ പേര് ഞാൻ പറഞ്ഞില്ലല്ലേ. എൻ്റെ കൂടെയുള്ള 2 പേരുടെ പേര് മോഹനും ലോകേഷുമാണ്. ഇവരെ 2 പേരെയും ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എനിക്ക് കിട്ടിയതാണ് എൻ്റെ സാധനങ്ങൾ ചുമക്കുവാൻ വേണ്ടി. അതിൽ മോഹൻ പറഞ്ഞു, അല്പം ഭയത്തോടെയാണ് പറഞ്ഞത്, സാബ് വേഗം നടക്കൂ, ഈ വെളിച്ചം പോയാൽ പിന്നെ ഈ വഴി നിൽക്കുന്നത് ജീവനിൽ കൊതിയില്ലാത്തവർ മാത്രമാണ്. അതിന് മറുപടിയായി ഞാൻ നൽകിയത് ഇതാണ്. എന്താ മോഹൻ, അത്രയ്ക്ക് പേടിയുണ്ടോ? നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? ഞാനുള്ളപ്പോൾ. എൻ്റെ തോളിൽ ഞാൻ തൂക്കിയിട്ടിരിക്കുന്നത് .400 എക്സ്പ്രസ് റൈഫിലാണ്. അത് കേട്ടതും ലോകേഷ് എന്നെ ഒന്ന് നോക്കി, എന്നിട്ട് പറഞ്ഞു, റൈഫിളോ? സാഹിബിന് ഇവിടുത്തെ കാര്യങ്ങൾ അറിയാത്തതുകൊണ്ടാണ്. അത് വെറുമൊരു മൃഗമല്ല, കാടിൻ്റെ ഷെയ്ത്താനാണ്. അതുകൊണ്ടാണ് നാട്ടുകാർ അതിനെ ഷെയ്ത്താൻ എന്ന് വിളിക്കുന്നത്. തോക്കിൻ്റെ വെടിയുണ്ടേക്കാൾ വേഗത്തിലാണ് അവൻ ചാടുന്നത്. കഴിഞ്ഞ മാസം ഫൂൽകുമാരി എന്നൊരു പെൺകുട്ടിയെ വീടിൻ്റെ ഉമ്മർത്തിട്ടാണ് അവൻ എടുത്തുകൊണ്ടു പോയത്, അതും കടിച്ചു കുടഞ്ഞ്. രാവിലെ കിട്ടിയത് അവരുടെ കൈയുടെ ഒരു കഷ്ണം മാത്രമാണ്. 2 ദിവസം മുമ്പേ നീം ബഹദൂർ എന്ന ഒരു വീരനായ വേട്ടക്കാരനെ അവൻ ഇല്ലാതാക്കി. ഇത്രയും കാര്യങ്ങൾ ഇവിടെ നടക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള റൈഫിളിൻ്റെ കാര്യം പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ പേടിക്കാതിരിക്കാനാണ്? അങ്ങനെ ഞങ്ങൾ വേഗത്തിൽ നടന്നു. അവരുടെ വാക്കുകളിലെ ഭയം എനിക്ക് വ്യക്തമായി കാണാൻ കഴിയുമായിരുന്നു. 24 മൈൽ നീളം ദൂരമുണ്ട് ഈ പാതയ്ക്ക്, അതായത് ആ ഫോറസ്റ്റ് ഗസ്റ്റ് ഹൗസിലേക്ക് എത്തുവാൻ വേണ്ടി. ഞങ്ങൾ അതിവേഗം അത് ലക്ഷ്യമാക്കി നടന്നു. നടക്കുംതോറും കാടിൻ്റെ നിശബ്ദത വല്ലാതെ കൂടി വരുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നി. വഴിയിൽ കണ്ട ഓരോ വലിയ മരത്തിൻ്റെ ചില്ലകളും പാറക്കെട്ടുകളും ഏതോ ഒരു മൃഗത്തിൻ്റെ രൂപം പ്രാപിക്കുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. രാത്രി ഏകദേശം 9 മണി ആയതോടെ ഞങ്ങൾ ഫോറസ്റ്റ് ബംഗ്ലാവിൽ എത്തിച്ചേർന്നു. ഞങ്ങൾ ബംഗ്ലാവിൽ എത്തിച്ചേരുമ്പോൾ എന്നെ കാത്ത് അവിടെ 2 പേർ നിൽക്കുന്നുണ്ടായിരുന്നു. അത് മറ്റാരും ആയിരുന്നില്ല, ഫോറസ്റ്റ് ഓഫീസറായിരുന്ന കമൽ സർക്കാരും പിന്നെ പ്രശസ്ത വേട്ടക്കാരനായ മിസ്റ്റർ റൈനയുമായിരുന്നു. കമൽ എന്നെ ഒന്ന് ആലിംഗനം ചെയ്തിട്ട് പറഞ്ഞു, വന്നല്ലോ നീൽ, നിങ്ങൾക്ക് ആ തീവണ്ടിയിൽ തന്നെ വരാൻ ഇത്ര ധൈര്യമുണ്ടായിരുന്നു? ഈ കാട്ടിൽ ഇപ്പോൾ തന്നെ പകൽ പോലും ആളുകൾ നടക്കാറില്ല. ആ കടുവ ഇതുവരെയും ഏകദേശം 30-ലധികം മനുഷ്യരെയാണ് അവൻ്റെ ഇരയാക്കി തീർത്തത്. ഞാൻ മറുപടിയായി ഇതിനൊരു ചിരി മാത്രമാണ് നൽകിയത്. എന്നാൽ മിസ്റ്റർ റൈനോ തൻ്റെ ആഴമേറിയ ശബ്ദത്തിൽ എന്നോട് പറഞ്ഞു, നീൽ, നിങ്ങൾ കാണുന്ന സാധാരണ കടുവയെപ്പോലെയല്ല ഇത്. മുമ്പ് അതിനെ ആരോ വേട്ടയാടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമില്ലാത്ത തിര അതിൻ്റെ മുൻകാലുകളിലാണ് തറച്ചു കയറിയത്. അതാരാണെന്നറിയില്ല, എങ്കിലും വല്ലാത്ത ചതി തന്നെയാണ് ഈ ഗ്രാമത്തോട് അവർ ചെയ്തത്.
അതിൻ്റെ കാലിൽ പരിക്കേറ്റു. അതിൻ്റെ പരിക്ക് കാരണമാണ് ആ മൃഗം നരഭോജിയായി മാറിയത്. വന്യമൃഗങ്ങളെ വേട്ടയാടുവാൻ അതിന് കഴിയില്ലല്ലോ. അതിന് എളുപ്പം ലഭ്യമാകുന്നത് എന്താണ്? മനുഷ്യർ വളർത്തുന്ന വളർത്തുമൃഗങ്ങളുമാണല്ലേ. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇവയെ ആ കടുവ ലക്ഷ്യം വെക്കുന്നത്. അത് മനുഷ്യരെ വേട്ടയാടുന്നത് കൊണ്ട് തന്നെ ആയിരിക്കാം. മനുഷ്യരെ ലെവലേശം ഭയം അതിനില്ല. രാവെന്നോ പകലെന്നോ ഇല്ലാതെയാണ് ആ കടുവ നരനായായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തിനേറെ പറയണം നീൽ, ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ പോലും വിശ്വസിക്കുകയില്ല. ഇവിടുത്തെ വീടുകളുടെ അടച്ചുറപ്പുള്ള വാതിലുകൾ തകർത്തുപോലും പല ആളുകളെയും അവിടെ നിന്നും വലിച്ചിഴച്ചുകൊണ്ട് ആ കടുവ കാട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് പുറത്തു നിന്നും വലിയ കൂവലും നിലവിളിയും കേട്ടത്. ഞാനപ്പോൾ ചോദിച്ചു, എന്താണത് എന്ന്. കമൽ സാർ പരിഭ്രാന്തിയോടെ പറഞ്ഞു, രാജകൊട്ടാരത്തിൻ്റെ ഭാഗത്തു നിന്നാണല്ലോ ആ ബഹളം വരുന്നത്. വേഗം വരൂ, നമുക്കങ്ങോട്ട് പോകാം, എന്താണെന്ന് തിരക്കാം. അടുത്തുള്ള കൊട്ടാരത്തിലെ കുമാർ ബഹദൂർ എന്ന ഒരു പ്രമാണി രാത്രിയിൽ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു. എന്നാൽ മരണം അയാളെ പിന്തുടരുന്നെന്ന് അയാൾക്ക് അറിയില്ലായിരിക്കാം. അയാളെ കാത്ത് അത് പുറത്ത് തന്നെ പതുങ്ങിയിരിപ്പുണ്ടായിരുന്നു ആ കടുവ. ഞങ്ങൾ സംഭവം നടന്ന സ്ഥലത്തെത്തിയപ്പോൾ അവിടെ കണ്ട കാഴ്ച രക്തം മരവിക്കുന്ന ഒന്നായിരുന്നു. നിലത്ത് മുഴുവൻ ചോരപ്പാടുകളാണ്. കുമാർ ബഹദൂറിൻ്റെ തോക്ക് അവിടെ തകർന്ന നിലയിൽ കിടപ്പുണ്ടായിരുന്നു. അതിൽ നിന്നും ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. കടുവയും അദ്ദേഹവും തമ്മിൽ വലിയൊരു പോരാട്ടം തന്നെയാണ് നടന്നിരുന്നത്. അതിൻ്റെ അടയാളങ്ങൾ വളരെ വ്യക്തമായി തന്നെ അവിടെ ഉണ്ടായിരുന്നു. കുറച്ചുകൂടി വ്യക്തമായി ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഒരു ചോരച്ചാല് ഞങ്ങൾ കണ്ടു. അത് പിന്തുടർന്ന് പോകുവാൻ ഞങ്ങൾ തീരുമാനമെടുത്തു. അത് പോകുന്നത് കാട്ടിലേക്കാണ്. അങ്ങനെ അവിടെ കണ്ട ആ ചോരച്ചാലും വടിച്ചിലയ്ക്കപ്പെട്ട പാടും കടുവയുടെ കാലടയാളങ്ങളും പിന്തുടർന്ന് ഞങ്ങൾ പോയത് വനത്തിൻ്റെ ഉള്ളിലേക്കാണെന്ന് പറഞ്ഞില്ലേ. വനത്തിലൂടെ കുറച്ചു ദൂരം നടന്നു ചെന്നപ്പോൾ ആ പാട് ചെന്ന് അവസാനിച്ചത് അവിടെ ഉണ്ടായിരുന്ന തകർന്ന പഴയൊരു ശിവക്ഷേത്രത്തിലാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കുറച്ചുകൂടി മുന്നോട്ട് നടന്നു ചെന്നപ്പോൾ മിസ്റ്റർ റൈന ഞങ്ങളെ നിർത്തി. ദേ അങ്ങോട്ടൊന്ന് നോക്കി, അവിടേക്ക് ആ അമ്പലത്തിൻ്റെ തറയിലേക്ക്. കുമാർ ബഹദൂറിൻ്റെ പകുതി നിന്ന അവസ്ഥയിലുള്ള മൃതദേഹമല്ലേ ആ കിടക്കുന്നത്. ഞാൻ ഒന്ന് നോക്കി, റൈനയെ വ്യക്തമായി നോക്കി. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ആശങ്ക ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അതായത് റൈനയോട് ചോദിച്ചു, ആ കടുവ അവിടെ എവിടെയോ ഉണ്ട്. അവൻ ഇരയെ ഉപേക്ഷിച്ച് പോകാൻ ഒരു വഴിയുമില്ല. ഈ രാത്രിയിൽ നമ്മൾ വരുന്നത് ഒരു പക്ഷേ അവൻ അറിഞ്ഞിരിക്കാം. അതുകൊണ്ട് എവിടെയെങ്കിലും മറഞ്ഞിരിക്കുകയായിരിക്കാം. മിസ്റ്റർ റൈന എന്നോട് പറഞ്ഞു, നമുക്ക് കുറച്ചുകൂടി മുന്നിലേക്ക് നടക്കാം. അവിടെ ആ അമ്പലത്തിൻ്റെ 30 അടി ഉയരമുള്ള ഒരു ചുമലുണ്ട്. നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കയറി അവിടെ പതുങ്ങിയിരിക്കാം. എന്തായാലും ഈ ശരീരം ഭക്ഷിക്കുവാൻ വേണ്ടി അവൻ മടങ്ങിയെത്തും. ഒന്നുകിൽ നമ്മളെ കണ്ട് ഇവിടെ നിന്ന് പോയത്, അല്ലെങ്കിൽ വെള്ളം കുടിക്കുവാൻ വേണ്ടി അടുത്തെവിടെയെങ്കിലും പോയത്. ഉറപ്പായും ഇവിടേക്ക് മടങ്ങിയെത്തും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്ന് അവനെ വെടിവെക്കാം. അങ്ങനെ ഞാനും റൈനോ പറഞ്ഞ അമ്പലത്തിൻ്റെ 30 അടി ഉയരമുള്ള ആ ചുമരിൻ്റെ മുകളിലേക്ക് ഞങ്ങൾ കയറിയിരുന്നു. ഞാനും റൈനോയും ഞങ്ങൾ റൈഫിലുമായി അവന് വേണ്ടി കാത്തിരിക്കുകയാണ്. ചുറ്റും ഇരുട്ട് മാത്രമാണ് ഇപ്പോഴുള്ളത്. സെക്കൻഡുകൾ മണിക്കൂറുകളായി മാറി. തണുപ്പ് ഞങ്ങളുടെ അസ്ഥികളിലേക്ക് തുളച്ചു കയറുവാൻ തുടങ്ങി. അങ്ങനെ പോകെ പോകെ സമയം രാത്രി 12 മണിയായി. അങ്ങനെ കുറച്ച് സമയം കൂടി മുന്നിലേക്ക് പോയപ്പോൾ പെട്ടെന്ന് ഉണങ്ങിയ ഇലകളും ചുള്ളിക്കമ്പുകളും ഒടിയുന്ന ശബ്ദം ഞങ്ങളുടെ കാതുകളിലേക്കെത്തി. ഞാൻ റൈനയോട് രഹസ്യമായി പറഞ്ഞു, നിങ്ങൾ ആ ശബ്ദം കേട്ടോ? അമ്പലത്തിൻ്റെ പിന്നിലെ ആ കൊക്കയിൽ നിന്ന് എവിടെ നിന്നോ ആണ് ആ ശബ്ദം കേൾക്കുന്നത്. എന്തോ ഇവിടേക്ക് കടന്നു വരുന്നതിൻ്റെ ശബ്ദമാണത്. റൈന ഒന്നും മിണ്ടിയില്ല. അയാൾ അത് കേൾക്കുക മാത്രമാണ് ചെയ്തത്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ ടോർച്ച് അവിടെ കടിച്ചു നോക്കട്ടെ? അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. ഞാൻ പതിയെ എൻ്റെ ടോർച്ച് പ്രകാശിപ്പിച്ചു. ചുറ്റും ഒന്ന് അടിച്ചു നോക്കി. റൈനയെ ഞാൻ ഒന്നുകൂടി വിളിച്ചു. അവിടെ നിന്നും മറുപടി ശബ്ദങ്ങളൊന്നും ഉണ്ടായില്ല. ഞാൻ അവിടേക്ക് ടോർച്ച് അടിച്ചു. നേരത്തെ റൈനോ ഇരുന്ന സ്ഥലത്ത് അദ്ദേഹം ഉണ്ടായിരുന്നില്ല. ദൈവമേ, അദ്ദേഹം എവിടെ പോയി? എൻ്റെ തൊട്ടടുത്ത് ഇരുന്ന ആളാണല്ലോ, അയാളെ ഇപ്പോൾ കാണാനില്ല. ശബ്ദം പോലും ഇല്ലാതെ, ഒരനക്കം പോലും ഇല്ലാതെ ആ ശൈത്താൻ റൈനയെ ചുമരിൽ നിന്നും എടുത്തുകൊണ്ട് പോയോ? ഞാൻ ചുറ്റും ഒന്നുകൂടി എൻ്റെ ടോർച്ച് പ്രകാശിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ കൈവശം ഉണ്ടായിരുന്ന ഒരു ചെറിയ ഘടികാരമുണ്ടായിരുന്നു. അത് അങ്ങോട്ട് മാറി ദൂരെ കിടക്കുന്നു. അത് ചോരയിൽ കുളിച്ചാണ് കിടക്കുന്നത്. അത് കണ്ടപ്പോൾ കാര്യങ്ങൾ പൂർണ്ണമായും എനിക്ക് വ്യക്തമായി. റൈഫിലും ടോർച്ചും മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ ആ ചുമരിൽ നിന്നും താഴേക്ക് ചാടിയിറങ്ങി. രാത്രി മുഴുവൻ ഞാൻ ആ കാട്ടിലൂടെ ഭ്രാന്തമായി തെരച്ചിൽ നടത്തി. പക്ഷേ ഫലമൊന്നും ഉണ്ടായില്ല. നേരം പുലരുവോളം ഞാൻ അദ്ദേഹത്തെ തിരക്കി അവിടെ മുഴുവൻ നടന്നു. എന്നാൽ യാതൊരു അടയാളങ്ങളോ ചോരപ്പാടുകളോ കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞില്ല.
അദ്ദേഹത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോയതെന്ന് പോലും എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. നേരം പുലർന്നതോടെ ഞാൻ ആകെ തളർന്ന് ക്ഷീണിച്ച് ഫോറസ്റ്റ് ബംഗ്ലാവിലേക്ക് ചെന്നു. ഫോറസ്റ്റ് ബംഗ്ലാവിൽ കാത്തിരുന്ന കമലിനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇനി തിരച്ചിൽ വേണ്ട, റൈനോ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരുന്നു. നമുക്കിനിയും ഉടനെ ഇവിടെ നിന്നും മടങ്ങണം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, കമൽ, റൈനയുടെ ശരീരം പോലും കിട്ടാതെ ഞാൻ ഇവിടെ നിന്ന് തിരികെ വരില്ല. ഒന്നുകിൽ ആ ശൈത്താൻ അല്ലെങ്കിൽ ഞാൻ. എൻ്റെ നിർബന്ധം കൊണ്ടായിരിക്കണം അദ്ദേഹം ഒരു തിരച്ചിൽ നടത്താമെന്ന് തീരുമാനിച്ചത്. അങ്ങനെ രാവിലെ സൂര്യൻ ഉയർന്നപ്പോൾ ഞാനും കമലും കുറച്ച് ഗാർഡുകളുമായി കാട്ടിലേക്ക് പോയി തിരച്ചിൽ നടത്തുവാൻ വേണ്ടി. ആ അമ്പലത്തിന് പിന്നിലെ ആഴമേറിയ കൊക്കയിലൂടെ കടന്നു പോകുന്ന ആ ചോരപ്പാടുകൾ ഞങ്ങൾ പിന്തുടരുവാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങളെ അത് കൊണ്ടെത്തിച്ചത് ഒരു പുഴയുടെ അരികിലേക്കായിരുന്നു. ഉണങ്ങി വറ്റിപ്പോയ ഒരു പുഴയുടെ അരികിലേക്ക്. ആ പുഴയോരത്ത് ഞങ്ങൾ എത്തിയപ്പോൾ കണ്ട കാഴ്ച ഒരിക്കലും മറക്കാനാവുന്ന ഒന്നായിരുന്നില്ല. മണലിൽ റൈനയുടെ വലത് കൈ മാത്രം കിടക്കുന്നുണ്ട്. സൂര്യപ്രകാശത്തിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിടന്നിരുന്ന വിവാഹമോതിരം അത് തിളങ്ങുകയാണ്. റൈനയുടെ ഭാര്യയുടെയും 2 കൊച്ചുകുട്ടികളുടെയും മുഖമാണ് എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത്. എൻ്റെ ഉള്ളിലെ ഭയം അപ്പോഴേക്കും മാറിക്കഴിഞ്ഞിരുന്നു. കത്തുന്ന രോക്ഷം എൻ്റെ ഉള്ളിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു. റൈനോയായിരുന്നു എന്നെ ഇവിടേക്ക് ക്ഷണിച്ചത്, ഈ നരഭൂജിയുടെ കാര്യം പറഞ്ഞത്. അദ്ദേഹം കാരണമാണ് ഞാനിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല, എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന കുറ്റബോധം എന്നെ വല്ലാതെ അലട്ടിയിരുന്നു. അങ്ങനെ ആ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ വിഷമിച്ച് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് മരച്ചില്ലകളെല്ലാം മുടിയുന്ന ഒരു ചെറിയ ശബ്ദം കേട്ടത്. കമൽ എന്നെ വിളിച്ചു പറഞ്ഞു, നോക്കൂ മുന്നിലേക്ക്. ഞങ്ങളിൽ നിന്നും ഏകദേശം 20 അടി അകലെ ഉണ്ടായിരുന്ന ഒരു കൂറ്റൻ പാറയുടെ മുകളിൽ അവൻ നിൽക്കുന്നു. പതർഗഡിലെ പിശാച്. അവൻ്റെ ശരീരത്തിലെ രോമങ്ങൾ രക്തത്തിൽ കുതിർന്നിരുന്നു. വലത് കാലിലെ പഴയ മുറിവ് കാരണം അവൻ ഒരു വശത്തേക്ക് ചരിഞ്ഞാണ് നിൽക്കുന്നത്. പക്ഷേ അവൻ്റെ കണ്ണുകളിൽ മനുഷ്യരോടുള്ള അളവറ്റ ക്രൂരതയുണ്ടായിരുന്നു. കാറ്റ് പെട്ടെന്ന് നിലച്ചതുപോയതുപോലെ, ചുറ്റും തികഞ്ഞ നിശബ്ദതയിലേക്ക് മാറിയതുപോലെ, മരണത്തിൻ്റെ മണം എങ്ങും പടരുന്നതുപോലെ. ഈ ഫീലിംഗ് എല്ലാമാണ് എനിക്കപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത്. അവൻ അവിടെ നിന്നും പായുന്നതിനും ഒരു സെക്കൻഡ് മാത്രം അവൻ എന്നെ തന്നെ സൂക്ഷിച്ചു നോക്കി. ചാടാനായി അവൻ്റെ ശരീരത്തിൻ്റെ പിൻഭാഗം താഴ്ത്തി. പിന്നെ ഒട്ടും സമയം കളയുവാൻ എൻ്റെ കൈവശം ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ തോളിൽ തൂക്കിയിട്ടിരുന്ന എൻ്റെ .400 എക്സ്പ്രസ് റൈഫിൾ എൻ്റെ തോളിലേക്ക് എടുത്തു വെച്ചു. അതിൻ്റെ ട്രിഗറിന്മേൽ കൈയും വെച്ചു, വിരലും അമർത്തി. ഒരു ഇടിനാദം പോലെയുള്ള ശബ്ദം എൻ്റെ തോക്കിൻ്റെ ഭാറിലൂടെ മുന്നോട്ട് ഇടിമിന്നൽ പാഞ്ഞു. എൻ്റെ ലക്ഷ്യം പിഴച്ചില്ല. വെടിയുണ്ട അവൻ്റെ നെഞ്ചിലേക്ക് തുളച്ചു കയറി. പക്ഷേ ആ പിശാച് അവിടെ വീണില്ല. അവൻ എൻ്റെ നേർക്ക് അന്തരീക്ഷത്തിലൂടെ പാഞ്ഞു ചാടി. ഞാൻ 2ാമത്തെ വെടിയും വെച്ചു. അവൻ്റെ തലച്ചോറ് തുളച്ച് പുറത്തേക്ക് ആ വെടിയുണ്ട കടന്നുപോയി. കൂറ്റൻ ശരീരമുള്ള ആ കടുവ എൻ്റെ കാൽച്ചുവട്ടിൽ വന്നു വീണു. എൻ്റെ കാൽച്ചുവട്ടിൽ തന്നെ കിടന്ന് അവൻ്റെ അവസാനത്തെ ശ്വാസവും അവൻ എടുത്തു. 8 വർഷത്തെ ഭീതിക്ക് അവിടെ വിരാമമായിരുന്നുവെന്ന്. ആ പിശാച് അവിടെ ചത്തു വീണു. കമലും ഗാർഡുകളും ഓടിയെത്തി എന്നെ കെട്ടിപ്പിടിച്ചു. നീ ഇത് സാധിച്ചു. ഭരത്ഗഡിലെ ആ ശൈത്താൻ ഇവിടെ തീർന്നിരിക്കുന്നു. പക്ഷേ എനിക്ക് സന്തോഷിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ കണ്ണുകൾ പോയത് ആ മണൽത്തീരത്ത് കിടക്കുന്ന റൈനയുടെ കൈകളിലേക്കായിരുന്നു. ആ ശൈത്താൻ ഞാൻ കൊന്നെങ്കിലും എനിക്ക് റൈനയെ തിരിച്ചു കൊണ്ടുവരുവാൻ കഴിഞ്ഞില്ലല്ലോ. കാട്ടിലെ ജയം എപ്പോഴും പൂർണ്ണമല്ല. അത് എവിടെയൊക്കെയോ രക്തത്തിൻ്റെ വേദനയും കറയും അവസാനിപ്പിക്കും. ആ 2ാമത്തെ വെടിയുണ്ട ആ പിശാചിൻ്റെ നെറ്റിത്തടം തുളച്ച് പുറത്തേക്ക് പോയിരുന്നു. കാട് മുഴുവൻ കുലുങ്ങുന്ന ആ അലർച്ചയോടെ അവൻ എൻ്റെ കാഴ്ചവീട്ടിലേക്കാണ് വന്നു വീണത്. കമലും കൂടെ ഉണ്ടായിരുന്ന ഗാർഡുകളും ഭയം മാറി എൻ്റെ അരികിലേക്ക് ഓടി വരികയും എന്നെ കെട്ടിപ്പിടിക്കുകയും ചെയ്തിരുന്നു. വല്ലാത്ത പ്രശംസയായിരുന്നു അവർ എനിക്ക് നൽകിയത്. പക്ഷേ എനിക്ക് ആ വിജയത്തിൽ സന്തോഷിക്കുവാനായില്ല. എൻ്റെ പ്രിയ സുഹൃത്തായ റൈനോയെ എനിക്ക് നഷ്ടമായിരിക്കുന്നു. കടുവയുടെ ജഡവും ചുമന്നുകൊണ്ട് അവർ ഗ്രാമത്തിലേക്ക് മടങ്ങാൻ ഒരുങ്ങുമ്പോൾ കാട് വീണ്ടും അതിൻ്റെ ഭയാനകമായ അടയാളം കാണിച്ചു. കാട്ടിൻ്റെ ദിശ മാറി. മൂക്കിലേക്ക് അടിച്ചു കയറുന്നത് പച്ച ചോരയുടെ ചീഞ്ഞ മാംസത്തിൻ്റെയും അതിരൂക്ഷമായ ഗന്ധമായിരുന്നു. ഞാൻ പറഞ്ഞു, ആരും അനങ്ങരുത്. കമലിൻ്റെ മുഖത്ത് ഭയവും പരിഭ്രാന്തിയും ഒരുപോലെ കണ്ടു. എന്താണ് നീൽ? കടുവ ചത്തല്ലോ, ഇനിയും പ്രശ്നം എന്താണ്? ഇതൊരു കടുവയുടെ മാത്രം മണമല്ല കമൽ. ഈ മണം വരുന്നത് ആ പുഴയുടെ അക്കരെയുള്ള വള്ളിപ്പടർപ്പിൽ നിന്നാണ്. കാട്ടിൽ ഒരു ചെകുത്താൻ വീഴുമ്പോൾ
അവൻ്റെ സിംഹാസനം ഏറ്റെടുക്കുവാൻ വേണ്ടി മറ്റൊരു ശവം തിന്നുന്ന മറ്റൊരുവൻ വരും. അത് തന്നെയാണ് ഇവിടെയും നടന്നിരുന്നത്. ആ വനത്തിൽ 2 നരഭോജികളായിരുന്നു ഉണ്ടായിരുന്നത്. മോഹൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, സാഹിബ്, അതാ അവിടേക്കൊന്ന് നോക്കൂ, അക്കരെയുള്ള ആ പാറയുടെ തണലിലേക്ക്. അതുവരെയും ഞാൻ കരുതിയിരുന്നത് ഒരു ജോഡി കടുവകളായിരിക്കും ഇതിന് പിന്നിൽ എന്നാണ്. എന്നാൽ അക്ഷരാർത്ഥത്തിൽ അത് മാറിപ്പോയി. അവിടേക്ക് നോക്കിയ ഞങ്ങൾ കണ്ടത് ആ കല്ലിൻ്റെ ചുവട്ടിൽ നിന്നിരുന്നത് കടുവയായിരുന്നില്ല, മറിച്ച് ഇതിൻ്റെ തണലിൽ വാണിരുന്ന മനുഷ്യരെ വേട്ടയാടിയിരുന്ന വലിയൊരു പുള്ളിപ്പുലിയായിരുന്നു. ഇതിൽ നിന്നും ഒരു കാര്യം എനിക്ക് മനസ്സിലായി. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന റൈനോയെ കൊണ്ടുപോയത് ഒരിക്കലും ഈ കടുവയായിരുന്നില്ല എന്ന്. കാരണം കാടറിയാതെ കാട്ടിലൂടെ സഞ്ചരിക്കുവാൻ ഒരുവന് മാത്രമേ കഴിയുകയുള്ളൂ. അത് ആ പുള്ളിപ്പുലിക്കാണ്. ഞാൻ വേഗം എൻ്റെ പോക്കറ്റിൽ നിന്നും ഉണ്ടകളെടുത്ത് ആ തോക്കിലേക്ക് റീഫില്ല് ചെയ്തു. അപ്പോഴേക്കും ആ പുലി അവിടെ നിന്നും ചാടി രക്ഷപ്പെടുവാൻ നോക്കുകയാണ്. ഇല്ല കമൽ, റൈഫിളിൽ ഉണ്ടകൾ തീർന്നിരിക്കുന്നു. ഇനിയും എൻ്റെ കയ്യിൽ ബാക്കിയുള്ളത് 3 റീലോഡുകൾ മാത്രം ചെയ്യാനുള്ള ഉണ്ടകളാണ്. ഇവൻ ഈ ചെകുത്താൻ അപകടകാരിയാണ്. വേഗതയും ചടുലമായ നീക്കവുമാണ് അവൻ്റെ ആയുധം. അപ്പോഴേക്കും പുള്ളിപ്പുലി പാറയുടെ മുകളിൽ നിന്നും താഴേക്ക് ചാടി. അത് വനത്തിലേക്ക് അപ്രത്യക്ഷമാകുകയും ചെയ്തു. പരഗഡിലെ ആ രാത്രിയുടെ ഭീതി അവിടെ അന്ന് അവസാനിച്ചിരുന്നില്ല. ആ ചെകുത്താനെ കൊന്നുവെങ്കിലും അവിടെ മറ്റൊരു ചെകുത്താൻ കൂടി ഉണ്ട് എന്ന സത്യം അന്നാണ് ആളുകൾക്ക് മനസ്സിലായത്. കാട് വീണ്ടും ചോരയ്ക്കായി വീശി തുടങ്ങിയിരുന്നു. ഞങ്ങൾ പതിയെ അവിടെ നിന്നും ബംഗ്ലാവിലേക്ക് നടന്നു. നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ എൻ്റെ കൈവശമുണ്ടായിരുന്ന .400 എക്സ്പ്രസ് റൈഫിളിലേക്ക് ഞാൻ തിരകൾ നിറച്ചു. അങ്ങനെ കുറച്ച് സമയത്തെ യാത്രകൾക്ക് ശേഷം ഞങ്ങൾ ബംഗ്ലാവിൽ എത്തിച്ചേർന്നു. പിന്നെ ഞങ്ങളുടെ പദ്ധതി ആ പുള്ളിപ്പുലിയെ എങ്ങനെ പിടിക്കും എന്നതിലായിരുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ ഗ്രാമത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ഗ്രാമീണരോട് ഈ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു. അങ്ങനെ സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിലാണ് അവർ സംശയം പോലെ ഇങ്ങനെയൊരു പുള്ളിപ്പുലിയുടെ കാൽപ്പാടുകൾ ഗ്രാമത്തിൽ കണ്ടതായി പറയുന്നത്. എന്നാൽ ഈ കടുവയുടെ ഭീതി അവിടെ നിലനിന്നത് കൊണ്ട് തന്നെ ആരുടെയും ശ്രദ്ധ ഈ പുള്ളിപ്പുലിയിലേക്ക് പോയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് മനുഷ്യനെ പിടിക്കുന്ന നരഭോജിയായ പുള്ളിപ്പുലി ആയിരുന്നു എന്ന് ആർക്കും അറിയുകയുണ്ടായിരുന്നില്ല. വളർത്തുമൃഗങ്ങളെ പിടികൂടുമെന്നും അവിടുത്തെ ആളുകൾ പറഞ്ഞു. അതുകൊണ്ട് അതിൽ നിന്നും ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. ആ നരഭോജിയായ പുള്ളിപ്പുലിയെ പിടിക്കുവാൻ വേണ്ടി ഒരു കെണി ഒരുക്കുക എന്നത്. ഗ്രാമത്തിൽ നിന്ന് തന്നെ ഒരു കർഷകൻ്റെ കയ്യിൽ നിന്നും ഒരു വെളുത്ത നിറത്തിലുള്ള ആടിനെ ഞങ്ങൾ വാങ്ങിച്ചു. ആ വെളുത്ത നിറത്തിലുള്ള ആടിനെ വാങ്ങിച്ചതിൻ്റെ ഉദ്ദേശം മറ്റൊന്നുമായിരുന്നില്ല. രാത്രിയിൽ ആടിനെ കെട്ടിയിട്ട് കാവിൽ നിൽക്കുന്ന സമയത്ത് ആട് എവിടെയാണ് ഉള്ളതെന്ന് ചെറിയ വെട്ടത്തിൽ പോലും തിരിച്ചറിയുവാൻ സാധിക്കും. അതുകൊണ്ടാണ് വെളുത്ത നിറമുള്ള ആടിനെ തന്നെ ഞങ്ങൾ ചൂസ് ചെയ്തത്. അങ്ങനെ രാത്രിയാകുവാൻ വേണ്ടി കാത്തു. പക്ഷേ അപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം ബാക്കിയായി. ആടിനെ കൊണ്ട് എവിടെയാണ് കെട്ടേണ്ടത്? ഇതുവഴിയാണ് സ്ഥിരമായി ആ പുള്ളിപ്പുലി സഞ്ചരിക്കാറുള്ളത്. അങ്ങനെയുള്ള ഞങ്ങളുടെ ചോദ്യത്തിൻ്റെ അവസാനത്തെ ഉത്തരമെന്ന നിലയിൽ ആ ഗ്രാമത്തിൽ തന്നെ ഒരു കുട്ടി മറുപടി നൽകി. അവൻ കളിക്കുവാൻ പോകുന്ന പറമ്പിൻ്റെ അരികിൽ സ്ഥിരമായി ഒരു പുലിയുടെ കാലടയാളം കാണാറുള്ളതായാണ് അവൻ പറഞ്ഞത്. പക്ഷേ അവൻ കുട്ടിയല്ലേ, അവന് പുലിയുടെ കാൽപ്പാടാണോ അതോ കടുവയുടെ കാൽപ്പാടാണോ എന്ന് തിരിച്ചറിയുമുള്ള കഴിവൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എങ്കിലും അവൻ പറഞ്ഞ സ്ഥലത്തേക്ക് ഞങ്ങൾ പോയി പരിശോധിച്ചു. അതെ, അവൻ പറഞ്ഞത് ശരിയാണ്, ഒരു പുലിയുടെ കാലടയാളം തന്നെയാണ്. ഗ്രാമത്തിലേക്ക് വരുവാനും പോകുവാനും ഈ പാതയായിരിക്കാം ആ പുലി സ്ഥിരമായി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അരികിൽ എവിടെയെങ്കിലും വേണം ഈ ആടിനെ കെട്ടിവെക്കുവാൻ. പുലിയെ വേട്ടയാടുന്നത് കൊണ്ട് തന്നെ, നരഭോജി ആയതുകൊണ്ട് തന്നെ മരത്തിൽ കാത്തിരിക്കുന്നത് അബദ്ധമാണ്. അതുകൊണ്ട് തന്നെ ഗ്രാമത്തോട് ചേർന്ന് തന്നെയാണ് ഞങ്ങൾ ആടിനെയും ബന്ധിപ്പിച്ചത്. വ്യക്തമായി കാണുന്ന രീതിയിലുണ്ടായിരുന്ന ഒരു കുടിൽ ഞങ്ങൾ ഗ്രാമീണരോട് ചോദിച്ച് സ്വന്തമാക്കി. ഒരു രാത്രിക്ക് വേണ്ടി മാത്രം. അതിൻ്റെ ജനലിലൂടെ നോക്കിയാൽ ആടിനെ കെട്ടിയിരിക്കുന്നത് വളരെ വ്യക്തമായി തന്നെ എനിക്ക് കാണുവാൻ സാധിക്കും. എൻ്റെ .400 എക്സ്പ്രസ് റൈഫിൾ ആ ജനാലയിലൂടെ അതിൻ്റെ ബാരൽ പുറത്തേക്കിട്ട് ആടിനെ ലക്ഷ്യമാക്കി അങ്ങനെ നിന്ന് നോക്കി. വ്യക്തമായി കൃത്യമായി പുലി അതിൻ്റെ അരികിലേക്ക് എത്തിയാൽ നിറയൊഴിക്കുവാൻ കഴിയുമെന്ന ബോധ്യം എനിക്ക് വന്നു. അതോടെ ആ പുലിയും ഇന്നത്തെ രാത്രി താണ്ടില്ല എന്ന് ഞാൻ ഗ്രാമത്തിലെ ആളുകൾക്ക് വാക്ക് നൽകി. അങ്ങനെ വൈകുന്നേരമായപ്പോഴേക്കും ഞാനും കമൽ സർക്കാരും അതിൻ്റെ ഉള്ളിൽ, അതായത് ആ കുടിലിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഞങ്ങൾ അവിടെ കാത്തു നിന്നു. സമയം മെല്ലെ മുന്നിലേക്ക് പോയി. സെക്കൻഡുകൾ വീണ്ടും മണിക്കൂറുകളായി മാറി. ഇരുട്ട് പൂർണ്ണമായും ആ ഗ്രാമത്തെയും ചുറ്റുപാടിനെയും അപ്പോഴേക്കും വിഴുങ്ങിക്കഴിഞ്ഞിരുന്നു. ചന്ദ്രൻ്റെ വെള്ളി വെളിച്ചം ഗ്രാമത്തിന് ചുറ്റുമുള്ള പ്രദേശത്തേക്കും അപ്പോഴേക്കും വന്നു വീണു കഴിഞ്ഞിരുന്നു. അരണ്ട വെളിച്ചമെങ്കിലും അടുത്തുള്ള കാര്യങ്ങൾ അവ്യക്തമെങ്കിലും കാണുവാൻ സാധിക്കും, ഒരു നിഴൽ പോലെ.
അതായത് ഒരു കടുവയോ പുലിയോ അതുവഴി സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഒരു നിഴൽ പോകുന്നത് പോലെ കാണുവാൻ സാധിക്കും. അത്ര മാത്രമേ ഉള്ളൂ ആ വെളിച്ചത്തിൻ്റെ കാഠിന്യം. അങ്ങനെ സമയം വീണ്ടും ഒരുപാട് മുന്നിലേക്ക് പോയി. ഞങ്ങൾ അവിടെ ഇരയായി കെട്ടിയിരുന്ന ആടിനെ ഒന്ന് നോക്കി. യാതൊരു അനക്കവും അതിനുണ്ടായിരുന്നില്ല. അതിപ്പോൾ തറയിൽ കിടന്നിരുന്ന് വിശ്രമിക്കുകയാണ്. കാടിൻ്റെ ഉള്ളിൽ നിന്നും വനത്തിൻ്റെ ഉള്ളിൽ നിന്നും അലാറം വിളികൾ കേൾക്കാം. കേഴന്മാരുടെ കരച്ചിലുകളാണത്. മാംസഭോജികളായ മൃഗങ്ങൾ അവ ഇര തേടി പുറത്തിറങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ ഒരു അലാറം വിളി പോലെയാണ്. അതായത് അതിൻ്റെ സഹജീവികൾക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പ് ശബ്ദമായിരുന്നു ഞങ്ങൾ കേട്ടത്. പിന്നെ കുറുക്കന്മാരുടെയും ചെന്നായ്ക്കളുടെയും ഓരിയിടികൾ വനത്തിൽ മുഴങ്ങി. വീണ്ടും മണിക്കൂറുകൾ കടന്നുപോയി. ആടിന് യാതൊരു ചലനവുമില്ല. അതിപ്പോഴും അവിടെ കിടന്ന് വിശ്രമിക്കുകയാണ്. അങ്ങനെ സമയം കുറച്ചുകൂടി മുന്നിലേക്ക് പോയപ്പോൾ പെട്ടെന്ന് ഒരു ശബ്ദം ഞങ്ങൾ കേട്ടു. നിലത്തേക്ക് എന്തോ ഒന്ന് ചാടുന്ന ശബ്ദമായിരുന്നു ഞങ്ങൾ കേട്ടത്. അതോടെ ആട് കിടന്ന സ്ഥലത്ത് നിന്നും എഴുന്നേൽക്കുകയും അത് അതിൻ്റെ കയറ് പൊട്ടിച്ചുകൊണ്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുവാനും നോക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾ കാണുവാൻ സാധിച്ചത്. ചുറ്റുപാടും നോക്കിയെങ്കിലും ഒന്നും ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചില്ല. അങ്ങനെ ഇരിക്കെ ദൂരെ, അതായത് ആടിനെ കെട്ടിയിരിക്കുന്നതിനും വലതുവശത്തു കൂടി ഏതോ ഒരു കറുത്ത നിഴൽ അനങ്ങുന്നത് ഞാൻ കണ്ടു. ഞാൻ അവിടേക്ക് എൻ്റെ റൈഫിൾ ചൂണ്ടി. അതിപ്പോൾ പോയിരിക്കുന്നത് അടുത്തുണ്ടായിരുന്ന ഒരു കുറ്റിക്കാടിൻ്റെ ഉള്ളിലേക്കാണ്. അതിപ്പോൾ ചുറ്റുപാടും വ്യക്തമായി നിരീക്ഷിക്കുകയാണ്. കാരണം ഈ ഗ്രാമത്തെയും ചുറ്റുപാടിനെയും അതിന് കൃത്യമായി നിരീക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അതിനറിയാമായിരിക്കും ഈ സ്ഥലത്ത് ഒരാടും വരികയില്ല എന്ന്. ഞാനും കമലും അക്ഷമനോടെ കാത്തിരുന്നു. അതായത് ആ പുലി മുന്നിലേക്ക് വരുവാൻ വേണ്ടി. ഇപ്പോൾ ഞങ്ങൾക്ക് ആ കാടിനുള്ളിൽ, അതായത് ആ കുറ്റിക്കാടിനുള്ളിൽ അവനുണ്ട് എന്ന് മാത്രമേ അറിയുള്ളൂ. ഏത് ഭാഗത്താണ്, എവിടെയാണ് ഇരിക്കുന്നതെന്നും അറിയില്ല. എന്നാൽ ആടിന് വ്യക്തമായി തന്നെ അതിനെ കാണാൻ കഴിയുമായിരിക്കാം. അതിൻ്റെ മരണം എത്തിയെന്ന് അതിന് മനസ്സിലായിരിക്കാം. ആടിനെ രക്ഷിക്കാൻ ഒരുപക്ഷെ ഞങ്ങൾ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ ഈ ഗ്രാമത്തെ ആ പുലിയുടെ കയ്യിൽ നിന്നും രക്ഷിക്കുവാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം അത് സംഭവിച്ചു. അതായത് ആ കുറ്റിക്കാടിൻ്റെ മറവിൽ നിന്നും പതിയെ പതിയെ ആ പുള്ളിപ്പുലി പുറത്തേക്ക് വന്നു. ഇപ്പോൾ വ്യക്തമായി ആ രൂപം കാണുവാൻ കഴിയും. സാമാന്യം നല്ല വലിപ്പമുള്ള ഒരു പുള്ളിപ്പുലി തന്നെയായിരുന്നു അത്. അത് ആടിൻ്റെ സമീപത്തേക്ക് മെല്ലെ മെല്ലെ നടന്നടുക്കുകയാണ്. ഇപ്പോൾ പൂർണ്ണമായ ധൈര്യം അതിനുണ്ട്. കാരണം ചുറ്റുപാടും അത് നിരീക്ഷിച്ചിരിക്കുന്നു. തനിക്ക് അപകടം വരുന്ന ഒന്നും തന്നെ ചുറ്റുപാടുമില്ല എന്ന് അത് ഉറപ്പുവരുത്തിയിരിക്കണം. അങ്ങനെ ആടിനെ ആക്രമിക്കുവാൻ വേണ്ടി അതിന് തൊട്ടടുത്തെത്തിയതും എൻ്റെ റൈഫിൽ ഗർജിച്ചു. ആ പുലിയുടെ സ്ഥാനത്തു നിന്നും കേട്ടത് വലിയൊരു ഗർജനമായിരുന്നു. വെടിയുണ്ട കൃത്യമായി അതിൻ്റെ ശരീരത്തിൽ തുളച്ചു കയറിയിരുന്നു. എന്നാൽ അതിന് മരണപ്പെട്ടോ എന്നെനിക്കറിയില്ല. കാരണം അത് അവിടെ നിന്നും അടുത്തുണ്ടായിരുന്ന കുറ്റിക്കാടിനുള്ളിലേക്കും അവിടെ നിന്നും കാടിനേക്കും അത് ഓടി രക്ഷപ്പെടുന്ന ശബ്ദം ഞങ്ങൾ കേട്ടിരുന്നു. ആ രാത്രി ഞാൻ പിന്തുടരുവാൻ പോയി എങ്കിലും കമൽ അതിൽ നിന്നും എന്നെ തടഞ്ഞു. കാരണം ഈ വനത്തെപ്പറ്റി ഞങ്ങൾക്ക് വളരെ വ്യക്തമായി ഒന്നും തന്നെ അറിയില്ല. ഏകദേശം 2-3 ദിവസത്തെ പരിചയം മാത്രമാണുള്ളത്. അതിനെ പിന്തുടർന്നുകൊണ്ട് അതിന് പിന്നാലെ വനത്തിലേക്ക് ഈ രാത്രിയിൽ പോകുന്നത് അപകടമാണെന്ന് അയാൾ എന്നെ ഓർമ്മിപ്പിച്ചു. അതുമാത്രമല്ല, അതിനെ തിര കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിലേക്കാളും കൂടുതൽ അക്രമകാരിയായി ഒരുപക്ഷെ അത് മാറിയേക്കാം. അതുകൊണ്ട് നേരം പുലരുവോളം കാത്തിരിക്കുവാൻ അദ്ദേഹം എന്നോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ റൈഫിലെല്ലാം ഒരു വശത്തേക്ക് മാറ്റിവെച്ച് അവിടെ കിടന്ന് ഒന്ന് മയങ്ങി. സൂര്യൻ ഉദിച്ചുയർന്നപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്നും എഴുന്നേൽക്കുകയും 2-3 ആളുകളെയും ഗാർഡുകളെയും കൂട്ടി ആ സ്ഥലത്തേക്ക്, അതായത് ആടിനെ കെട്ടിയിട്ട സ്ഥലത്തേക്കും അവിടെ നിന്നും പാടുകൾ പിന്തുടർന്നുകൊണ്ട് ആ പുലി ഓടിപ്പോയ ഭാഗത്തേക്കും നടന്നു. ഏറെ ദൂരം വനത്തിലൂടെ ഞങ്ങൾക്ക് നടക്കേണ്ടതായി വന്നു. കുറച്ചു ദൂരം നടന്നു ചെന്നപ്പോഴേക്കും ഞങ്ങൾ ആ കാഴ്ച കണ്ടു. വനത്തിനുള്ളിലുണ്ടായിരുന്ന ഒരു വലിയ മരത്തിൻ്റെ ചുവട്ടിൽ രക്തം തളം കെട്ടിക്കിടക്കുന്ന കാഴ്ചയായിരുന്നു ഞങ്ങൾക്ക് കണ്ടത്. അത് പരിശോധിച്ച ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. ആ തിര ആ പുലിയുടെ ശരീരത്തിലേക്ക് ആഴത്തിൽ തന്നെ തുളച്ചു കയറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ധാരാളം രക്തം അതിന് നഷ്ടമായിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് തികഞ്ഞ അവശതയിലായിരിക്കാം. അത് എവിടെയെങ്കിലും കിടന്ന് ഒന്ന് മയങ്ങുകയായിരിക്കാം, അല്ലെങ്കിൽ അത് ക്ഷീണമകറ്റുകയായിരിക്കാം. വീണ്ടും ഞങ്ങൾ പാടുകളെ പിന്തുടർന്നുകൊണ്ട് പോകുമ്പോഴും ആ രക്തത്തിൻ്റെ പാടുകൾക്ക് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. രക്തം ധാരാളമായി പോകുന്നത് പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ അത് അധിക നേരം നീണ്ടു നിൽക്കില്ല എന്നും എവിടെയെങ്കിലും ചത്തു വീഴുമെന്നും ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. എങ്കിലും അതിൻ്റെ ശരീരം കാണാതെ തിരികെ പോകുക എന്നത് ഞങ്ങളെക്കൊണ്ട് ചിന്തിക്കുവാൻ പോലും കഴിയുന്ന ഒന്നായിരുന്നില്ല. കാരണം മരണം ഉറപ്പ് വരുത്തിയെങ്കിൽ മാത്രമേ ആ നരഭോജി പൂർണ്ണമായും ഈ വനത്തെ വിട്ടുപോയിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് ഉറപ്പുവരുത്താൻ സാധിക്കുകയുള്ളൂ. ഇല്ല എങ്കിൽ അവൻ മരിച്ചില്ല എങ്കിലും എന്നെങ്കിലും അവൻ മടങ്ങിയെത്തും എന്നൊരു ഭയം ഗ്രാമത്തിലെ ആളുകൾക്ക് കാണും.
അത് പൂർണ്ണമായും മാറ്റിയതിന് ശേഷം മാത്രമേ ഇവിടെ നിന്നും പോകുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെ കുറച്ചുകൂടി ദൂരം ഞങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ഒരു പാറക്കെട്ടിൻ്റെ സമീപത്ത് ഒരു പുലിയുടെ വാല് പുറത്തേക്ക് കിടക്കുന്നത് ഒരു ഗാർഡ് കാണുകയും ഞങ്ങളെ അത് വിളിച്ചു കാണിക്കുകയും ചെയ്തു. ഞങ്ങൾ അല്പസമയം അവിടെ നിന്ന് നിരീക്ഷിച്ചു. അതിനുശേഷം ഞങ്ങൾ വീണ്ടും മുന്നിലേക്ക് പതിയെ നടന്നു. ഞാൻ റൈഫിൾ എൻ്റെ തോളിലേക്ക് എടുത്തു വയ്ക്കുകയും സേഫ്റ്റി ക്യാച്ച് റിമൂവ് ചെയ്യുകയും ചെയ്തു. ഇനിയും ഏതു നിമിഷവും അത് എഴുന്നേൽക്കുവാനും ഒരു അവസാന ശ്രമം എന്ന പോലെ ഞങ്ങൾക്ക് നേരെ അവസാനത്തെ ആക്രമണം അഴിച്ചുവിടുവാനും സാധ്യതയുണ്ട്. ഞങ്ങൾ പതിയെ മുന്നിലേക്ക് നീങ്ങി. അങ്ങനെ ആ പുലി മറഞ്ഞിരുന്ന ആ പാറക്കെട്ടിൻ്റെ സമീപത്തേക്ക് ചെന്നു. അതിൻ്റെ വാലുകൾക്ക് യാതൊരു ചലനവും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ വീണ്ടും കുറച്ചുകൂടി അടുത്തേക്ക് ചെന്നപ്പോൾ അത് അവിടെ കിടക്കുകയാണ്. അതിന് യാതൊരു അനക്കവും ഉണ്ടായിരുന്നില്ല. എങ്കിലും അതിൻ്റെ അരികിലേക്ക് ചെല്ലുവാൻ ഞങ്ങൾക്ക് ഭയമായിരുന്നു. കാരണം അതിന് അല്പം ജീവനുണ്ടെങ്കിൽ അത് ഒരാളുടെയെങ്കിലും ജീവനെടുക്കാതെ പോകുകയില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ തല ലക്ഷ്യമാക്കി ഞാൻ ഒരു തിര കൂടി പായിച്ചു. കൃത്യം അതിനെ തലയൂട്ടി തകർത്ത് അത് മണ്ണിലേക്ക് തുളച്ചു കയറി. എന്നിട്ടും അതിന് യാതൊരു അനക്കവും ഉണ്ടായിരുന്നില്ല. അതോടെ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. അത് പൂർണ്ണമായും ഇപ്പോൾ മരിച്ചിരിക്കുന്നു, അനക്കം മാറ്റിയിരിക്കുന്നു. അങ്ങനെ പരത്ഘട്ടിൽ ഭീതി പടർത്തിയിരുന്ന ആ പുലിയെയും കടുവയെയും ഇവിടെ നിന്നും യമലോകത്തേക്ക് പറഞ്ഞയച്ചിരിക്കുന്നു. ഇനിയും ഇവിടുത്തെ ആളുകൾക്ക് ധൈര്യമായി പുറത്തിറങ്ങാം, അവർക്ക് ധൈര്യമായി ഉറങ്ങാം. 8 വർഷത്തെ അവരുടെ ഭയം 3-4 ദിവസം കൊണ്ട് ഞാൻ മാറ്റിയിരിക്കുന്നു. അതിൽ എനിക്ക് ഒരുപാട് സന്തോഷിക്കുവാനുണ്ട്. എങ്കിലും ഒരാളുടെ മരണം അത് എന്നെ എപ്പോഴും വേട്ടയാടും. ഞാൻ തിരികെ ഗസ്റ്റ് ഹൗസിലേക്ക് പോയി. അവിടെ നിന്നും എൻ്റെ സാധനങ്ങൾ പാക്ക് ചെയ്തുകൊണ്ട് തിരികെ പർഗഡ് സ്റ്റേഷനിലേക്കും. വണ്ടി കയറാൻ അവിടെ നിൽക്കുമ്പോൾ ആ കാട് എന്നെ നോക്കുന്നത് പോലെ എനിക്ക് തോന്നി. അവിടെ ഒരുപാട് ജീവനുകൾ പൊലിഞ്ഞു. മിസ്റ്റർ റൈനയുടെയും കുമാർ ബഹദൂറിൻ്റെയും ഓർമ്മകൾ ഇപ്പോഴും ആ മണ്ണിൽ അലയടിക്കുന്നുണ്ട്. ഒരു വേട്ടക്കാരന് കാട്ടിൽ നിന്നും കിട്ടുന്നത് വിജയത്തിൻ്റെ സന്തോഷമല്ല, മറിച്ച് മരണത്തിൻ്റെ മരവിപ്പും ഒരു കാലത്തും മായാത്ത ഓർമ്മകളുമായിരിക്കും. നമ്മുടെ ഇന്നത്തെ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഞാനിന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.